നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും വീടൊക്കെ വിട്ട് ഓടിപ്പോണം, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? കാരണം ചിലപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്കങ്ങനെ തോന്നാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒത്തിരി പേർക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പം എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്ഷമയോളം ശക്തി വേറെ ഒന്നിനുമില്ല എന്ന് അമ്മച്ചി ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുമായിരുന്നു. അപ്പം അന്നൊന്നും അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും വന്നിട്ടില്ല. പക്ഷെ പതുക്കെ ജീവിതത്തിൽ നമ്മളൊരു കുടുംബമായിട്ടൊക്കെ ജീവിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ പതുക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് കുറച്ച് പാടായിരിക്കും. നമുക്ക് നമ്മളുടെ ദേഷ്യത്തെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പാടായിരിക്കും. പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ അത്ര എളുപ്പം, പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അന്നേരം നമ്മൾ ഈശോയെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ, ഈശോയെ കുരിശ് ചുമപ്പിച്ചുകൊണ്ട് പട്ടാളക്കാരുടെ നടുവിൽ കൂടെ കൊണ്ടുപോകുമ്പം ഈശോ ചെയ്ത ഒരു തെറ്റിനുമല്ല ഈശോയെ അവർ ശിക്ഷിക്കാൻ, കുരിശ് തിരയ്ക്കാൻ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈശോയ്ക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഓടി മറയാമായിരുന്നു. പക്ഷെ അതൊന്നും ഈശോ ചെയ്തില്ല. ക്ഷമയോടെ നമുക്ക് വേണ്ടിയിട്ട് അതെല്ലാം സഹിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സഹനങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഈശോയുടെ തിരുമുഖത്തെ ഓർത്ത് ഈശോയുടെ കൂടെ ചേർന്ന് അത് സഹിച്ച് ഈശോ പറഞ്ഞതുപോലെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പം ഇത്രയപ്പോൾ ഇന്ന് പറയാനുള്ളത്.